ഇത്തരത്തിൽ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചല്ലോ, 22 ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെയാണ് മാറ്റി പറഞ്ഞിരിക്കുന്നത് അത് പറയാം. ഞാൻ പറയാം, ഒരു സമയം തന്നാൽ മതി, അധികം സമയം വേണ്ട. നിങ്ങൾ പറഞ്ഞു പെട്രോൾ ഡീസൽ നികുതി ഭീകരതയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന്. ഇപ്പൊ നികുതി ഭീകരതയില്ലേ? 4 തവണയായി 8 രൂപയാണ് വർദ്ധിച്ചത്. അതേപോലെ തന്നെ കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ആദ്യം 1800 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു, ഇപ്പൊ 6800 രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു. PSC റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ യഥേഷ്ടം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാം ദിവസം നിങ്ങൾ തന്നെ പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. മുൻപ് 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഈ പ്രശ്നം എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചു. 10 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 22 ദിവസം കഴിഞ്ഞു. അതുപോലെ തന്നെ മോഡി പിടിപ്പിക്കൽ അറ്റകുറ്റിപ്പണി ആയി മാറിയത്, മുഖ്യമന്ത്രി പിണറായിയുടെ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി മാറിയത്, അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സാഹചര്യം അടക്കം എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആന 5 പേരെയാ ചവിട്ടിക്കൊന്നേ, അപ്പൊ പറയുന്നു ആന ചവിട്ടിക്കൊല്ലുമ്പോ പറയുന്നു അത് യഥേഷ്ടം നടക്കുന്നതാണ്, മാന്ത്രിക വിദ്യ ഞങ്ങളുടെ കയ്യിലില്ല, സർക്കാർ മാറിയത് ആന അറിഞ്ഞിട്ടില്ല എന്ന്. ആരോഗ്യമന്ത്രി, ഒരു എരണക്കെട്ടവൻ കേരളം ഭരിക്കുമ്പോഴാണ് നിപ്പ വൈറസ് ഉണ്ടായത്, അതുകൊണ്ടാണ് കോവിഡ് ഉണ്ടായതെന്ന് പറയുന്നു. ഇപ്പൊ നിപ്പ വൈറസ് പറയുമ്പോൾ ആ എരണം കെട്ടവൻ എന്ന വിശേഷണം കൊടുത്ത ആൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾ വേണം? അതുകൊണ്ട് 22 ദിവസമായോളെങ്കിലും കഴിഞ്ഞ 5 വർഷം നിങ്ങൾ പറഞ്ഞത് എല്ലാം തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും കോൺഗ്രസ് പ്രതിനിധി 19 സെനറ്റ് മെമ്പർമാരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിഷേധിച്ചോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഗവർണറുമായി പോരിനില്ല, ഞങ്ങൾ ചാൻസലറുമായി സന്ധി ചേർത്തിരിക്കുകയാണ്. ഞങ്ങളും പറയുന്നു നിങ്ങൾ സന്ധി ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ RSS എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.